ഹലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫാർമസ്യൂട്ടിക്കൽ എൻജിനീയറിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ് ഫസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ സബ്ജക്റ്റിൻ്റെ അകത്തും എൻജിനീയറിംഗ് പോലെ തന്നെ 5 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഈ 5 യൂണിറ്റ്സിലുമായിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. സോളിബിലിറ്റി ഓഫ് ഡ്രഗ്സ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, physicochemical properties of drug molecule, micromeritics, complexation and protein binding, pH, buffers and isotonic solutions. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സോളിബിലിറ്റി ഓഫ് ഡ്രഗ്സ്, അതിൻ്റെ അകത്ത് ഒരു ഡ്രഗ് മോളിക്യൂളിൻ്റെ സോളിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം സോളിബിലിറ്റി എക്സ്പ്രഷൻസ്, സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് സോളിബിലിറ്റി എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ മൊളാലിറ്റി അങ്ങനെയുള്ള ടേംസൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ കുറച്ച് സോളിബിലിറ്റീസ്, അതായത് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലോ, പിന്നെ പറയുന്നത് ഐഡിയൽ ആൻഡ് റിയൽ സൊല്യൂഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സോളിബിലിറ്റി ഓഫ് ഡ്രഗ്സിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതായത് ഇപ്പം നമ്മൾ എടുക്കുന്ന ഡ്രഗ് മോളിക്യൂൾസിൻ്റെ സ്റ്റേറ്റ്, അതിൻ്റെ സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉള്ള ചാപ്റ്ററാണ് ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതിൻ്റെ ചില പ്രോപ്പർട്ടീസ്, പിന്നെ യൂത്തറ്റിക് മിക്സ്ചേഴ്സിൻ്റെ കാര്യങ്ങൾ, ചില ലിക്വിഡ് ക്രിസ്റ്റൽസിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ സോളിഡ് ആണെങ്കിൽ അതിൻ്റെ ക്രിസ്റ്റലൈൻ നേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുള്ളത്. നെക്സ്റ്റ് ചാപ്റ്ററാണ് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രഗ് മോളിക്യൂൾസ്. ഇപ്പോൾ അതിന് മുന്നത്തെ ചാപ്റ്ററിൻ്റെ അകത്ത് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഓപ്റ്റിക്കൽ റൊട്ടേഷൻ, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, ഡൈപോൾ മൊമെൻറ്റ്, ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്, ഇങ്ങനെയുള്ള ചില പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതിനെക്കുറിച്ചിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാമെന്നുള്ളതും അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററാണ് മൈക്രോമെരിറ്റിക്സ്. മൈക്രോമെരിറ്റിക്സ് എന്ന് പറയുമ്പം എടുക്കുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ ഡ്രഗ് മോളിക്യൂൾസിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ, പാർട്ടിക്കിളിൻ്റെ സൈസ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ആ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫ്ലോ പ്രോപ്പർട്ടീസ്, പിന്നെ സർഫസ് ഏരിയ, പിന്നെ ആ ഒരു മോളിക്യൂളിൻ്റെ ഡെൻസിറ്റീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെൻസിറ്റീസ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡിറ്റർമിനേഷൻ മെത്തേഡ്സ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് മൈക്രോമെരിറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. നെക്സ്റ്റ് ചാപ്റ്ററാണ് കോംപ്ലക്സേഷൻ ആൻഡ് പ്രോട്ടീൻ ബൈൻഡിങ്. കോംപ്ലക്സേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രഗ് മോളിക്യൂൾസ് നമ്മളെ ബോഡിയിലുള്ള പ്രോട്ടീൻസുമായിട്ട് അല്ലെങ്കിൽ സെൽസുമായിട്ടോ ടിഷ്യൂസുമായിട്ടൊക്കെ ചേർന്ന് കോംപ്ലക്സ് ഫോം ചെയ്ത് ഉണ്ടാക്കുന്ന ആക്ഷൻസ്. അപ്പം അതിൽ വരുന്ന ടൈപ്സ് ഓഫ് കോംപ്ലക്സസ് ഏതൊക്കെയാണ്, ആ കോംപ്ലക്സേഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, പിന്നെ പ്രോട്ടീൻ ബൈൻഡിങ് എന്ന് പറയുമ്പോൾ ഈ ഡ്രഗ് മോളിക്യൂൾ ചെന്ന് പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്രഗ് ആക്ഷൻസ്. ഇവിടെയും ചില ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കോംപ്ലക്സസിൻ്റെ. പിന്നെ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടെ ഉണ്ട്. ഇതാണ് കോംപ്ലക്സേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ pH, ബഫേഴ്സ് ആൻഡ് ഐസോട്ടോണിക് സൊല്യൂഷൻസ്. ഈ ചാപ്റ്ററിൽ pH ഡിറ്റർമിൻ ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ്, പിന്നെ സോറൻസൻസ് pH സ്കെയില്, ബഫേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ്, ബഫർ കപ്പാസിറ്റി, ഇക്വേഷൻസ്, പിന്നെ ബഫേർഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ, ടോണിസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സും ടോപ്പിക്സും ഒക്കെയാണ് ഫിസിക്കൽ ഫാർമസ്യൂട്ടിക് ഫസ്റ്റിൻ്റെ അകത്ത് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഓരോ യൂണിറ്റ്സിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, എത്ര മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും കൂടി വർക്കൗട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് പഠിക്കുക. പിന്നെ ഈ ക്വസ്റ്റ്യൻസൊക്കെ യൂസ്ഫുള്ളായിട്ട് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് സബ്ജക്റ്റ് മൈക്രോബയോളജി ക്വസ്റ്റ്യൻസ് ഇടാം.
അപ്പോൾ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സി ഓൺ നെക്സ്റ്റ് വീഡിയോ.